അനീഷ് ഈ മിഠായി തെരുവിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ചെറുകിട മാർക്കറ്റാണ്. ചെറുകിട മാർക്കറ്റിൽ അപേക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരിലേക്ക് വിലക്കുറവ് എത്തിച്ചേരാൻ താമസമുണ്ടാവും. പ്രത്യേകിച്ചും ഈ ഉൽപ്പന്നങ്ങൾക്ക് അവയിൽ അടിച്ച് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന വിലയിൽ പുതിയ പ്രിൻറ്റിങ് വരണം. അതായത് പുതിയ സ്റ്റോക്ക് വന്നാൽ മാത്രമേ ആ വില അവർക്ക് പ്രകടമാവൂ എന്നതാണ്. പക്ഷേ ഇത് ഇന്നു മുതൽ ബാധിക്കുന്നത്, ഈ വിലക്കുറവ് ബാധിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ്? നമുക്ക് എന്താണ് പ്രേക്ഷകർക്ക് ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന ഒരു അറിയിപ്പ്? സജിത്ത്, ഈ വിലക്കുറവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് GST രജിസ്ട്രേഷനുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ മാളുകളടക്കം വലിയ വലിയ മാളുകൾ, അതുപോലത്തെ ഹോം അപ്ലയൻസസ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, GST രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ പോയാൽ ഇന്നു മുതൽ തന്നെ ഈ വിലക്കുറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹോം അപ്ലയൻസസിനടക്കം 6000 രൂപ വരെയുള്ള വിലക്കിഴിവ് ഉണ്ടെന്നാണ് പല സ്ഥാപനങ്ങളുടെ ഉടമകൾ നമ്മളോടക്കം സംസാരിച്ചത്. അതേസമയം ചെറുകിട കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ, നമ്മൾ ചെറിയ പാൻ ഷോപ്പുകൾ അടക്കം പോയാൽ അവിടെ നമുക്ക് ഈ വിലക്കുറവ് അനുഭവപ്പെടാൻ കഴിയില്ല. അതായത് അഭിലാഷ്, ഓൺലൈനായി നികുതി ഓരോ സമയവും രേഖപ്പെടുത്തി പോകുന്ന കടകൾ, GSTയിൽ ഓൺലൈനായി ഇത് രേഖപ്പെടുത്തി പോകുന്ന കടകളിൽ അതിന്റെ പ്രൈസും ആക്ച്വൽ പ്രൈസ് പ്ലസ് GST ഇത് ആഡ് ചെയ്യുന്ന കടകളിൽ ആ GSTയിൽ ഇളവ് ബാധകമാവും. അങ്ങനെയാണ് നമുക്ക് പറയാനാവുക, അല്ലേ? അതായത് ഇപ്പോൾ ഹോം അപ്ലയൻസസ് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അവിടെ നമുക്കൊരു ബില്ല് തരും. ആ ബില്ലിൽ സാധനത്തിൻ്റെ തുകയ്ക്ക് പുറമെ GST റേറ്റ് കൂടെ അതിൽ ഉൾപ്പെടുത്തി വരുന്ന ബില്ലുകൾ തരുന്ന കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇന്നു മുതൽ തന്നെ ആ GSTയുടെ ഇളവ് പ്രാബല്യത്തിൽ നമുക്ക് ലഭിക്കും. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളൊരു വാഹനം എടുക്കാൻ പോകുന്ന സമയത്തായാലും ഒരു ഹോം അപ്ലയൻസസ് വാങ്ങുന്ന സമയത്തായാലും അത്തരത്തിൽ നമ്മൾ GST രജിസ്ട്രേഷനുള്ള ഏത് സ്ഥാപനത്തിൽ പോയി ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ പോലും അതിൻ്റെ വില നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്തും ഗ്രാമത്തിലും ഒക്കെ പോയി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അവർക്കൊരു പക്ഷേ ഇന്ന് മുതൽ നമുക്കൊരു ഉദാഹരണത്തിന് ഒരു പാല് വാങ്ങാൻ നമ്മളിന്ന് പോയാൽ അതിനൊരു പക്ഷേ ഇന്ന് നമുക്ക് വിലക്കുറവ് നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനുള്ള ഒരു സാധനം വാങ്ങാൻ ഒരു ഗ്രാമത്തിൽ പോയാൽ നമുക്കൊരു പക്ഷേ ആ വിലക്കുറവ് ഇന്ന് നമുക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. അതേസമയം വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ GST ബില്ലുള്ള സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഇന്ന് മുതൽ തന്നെ ആ വിലക്കുറവ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരസ്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ സെപ്റ്റംബർ 22 മുതൽ വലിയ വിലക്കുറവ് നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പരസ്യങ്ങളും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നൽകി വരികയാണ്. സജിത്ത്, ശരി, അതാണ് സാഹചര്യം. അനീഷ് തുടരുന്നുണ്ട് മിഠായി തെരുവിൽ നിന്നും. അനീഷ്, എന്തായാലും ചെറുകിട വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത് അവരുടെ വികാരമാണ്, വ്യക്തമാണ്. അവരെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് തീരുമാനത്തെ. കാരണം വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നതോടുകൂടി വിപണിയിൽ ഒരു ചലനാത്മകത പ്രകടമാവുകയും വിപണിക്ക് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും. തർക്കമില്ല കാര്യത്തിൽ. അനീഷ്, ഇത് ജനങ്ങളിലേക്ക് ഈ സർക്കാരിൻ്റെ ഇന്നത്തെ ഈ പ്രഖ്യാപനം, ഇന്ന് മുതൽ ഈ ഇളവ് വരുന്നു എന്ന കാര്യം എത്തിയിട്ടുണ്ടോ? ജനങ്ങൾക്ക് ആ ഒരു പ്രതികരണം അവരുടെ മുഖത്തും പ്രകടമാവുന്നുണ്ടോ? അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, നമുക്ക് മിഠായി തെരുവിലേക്ക് മടങ്ങി വരാം. അനീഷ് അവിടെ ഉണ്ടാവും. ഇതിനിടയിൽ പ്രധാനമന്ത്രി രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. സ്വദേശിവൽക്കരണ സന്ദേശമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അരുണാചൽ പ്രദേശിൽ വ്യാപാരികളുമായി അദ്ദേഹം സംവദിച്ചു. ഇതിൽ സ്വദേശിവൽക്കരണമാണ്. രാജ്യം വികസന പാതയിലേക്ക് വികസിത രാജ്യമാവണമെങ്കിൽ സ്വദേശിവൽക്കരണം വേണം. സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പരമാവധി വിദേശ ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തി സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ നമ്മൾ കൂടുതലായി ഇവിടുത്തെ ഉൽപ്പാദകർക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും പിന്തുണ നൽകുന്നു. സ്വാഭാവികമായും രാജ്യത്തിൻ്റെ വികസനത്തിന് അത് വഴിവെക്കും. ഇതാണ് പറയുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ അടക്കമുള്ള തീരുവ പ്രതിസന്ധികളെ, മുന്നറിയിപ്പുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. स्वदेशीकरण को अपनाने के लिए लोगों से अपील की और यहाँ के जो उद्यमी हैं और जो दुकानदार हैं, वेंडर्स हैं, और ये कैसे अपने जीवन में बदलाव യെസ്, MS അനീഷ് കുമാർ തുടരുന്നുണ്ട് മിഠായി തെരുവിൽ നിന്നും. അനീഷ്, ജനങ്ങളിലേക്ക് ഈ സർക്കാരിൻ്റെ തീരുമാനം എത്തിയോ എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരു പക്ഷേ അവർ കടകളിൽ വന്ന് വിലക്കുറവ് അന്വേഷിക്കുന്നവരുണ്ടോ? ഇന്നു മുതൽ വിലക്കുറവെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ചെറുകിട ഷോപ്പുകളിലേക്ക് ഈ വിലക്കുറവ് എത്തണമെങ്കിൽ അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടി വരും. പുതിയ സ്റ്റോക്കൊക്കെ എത്തേണ്ടി വരും. പക്ഷേ വലിയ മാളുകളിലും മറ്റും ഇതിനകം തന്നെ പരസ്യ ബോർഡുകൾ അടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു. വിലക്കുറവ് ഇന്നു മുതൽ എന്ന പ്രഖ്യാപനം അവർ നടത്തി കഴിഞ്ഞു. നമ്മൾ ഈ ഇരുചക്ര വാഹന ഉടമകളും ഉൽപ്പാദകരുമൊക്കെ അവരുടെ പരസ്യങ്ങളൊക്കെ ദിവസം മുതൽ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു പ്രകടനം ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടോ? ജനങ്ങൾ ഈ വിലക്കുറവ് അന്വേഷിച്ചെത്തുന്നവരുണ്ടോ?
നമുക്ക് കടക്കാരോട് തന്നെ ചോദിക്കാം. ഈ പുതിയ GST നിരക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ GST നിരക്കിൽ സാധനങ്ങൾ ആവശ്യപ്പെട്ട ആളുകൾ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ GST മാറ്റത്തെക്കുറിച്ച് ആളുകൾ അത്ര ബോധവാന്മാരാണോ? ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് അതിനെക്കുറിച്ച് ഇന്നിപ്പോ നിലവിൽ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ രാവിലെ കട തുറന്നിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ആളുകൾ എൻക്വയറി ഒന്നും വന്നിട്ടില്ല. അപ്പോ അതിനെക്കുറിച്ച് നമുക്കും അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു പിക്ചർ ഇങ്ങനെ കിട്ടി വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ ഈ തുണിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഇത്? നമുക്ക് ഓൾറെഡി ഇപ്പൊ വലിയൊരു മാറ്റം വരുന്നില്ല. കാരണം 5% GST ആണല്ലോ. പിന്നെ വരുന്ന 12% ആയതിൽ ഒരു 5% മൈനസ് ആവുന്നുള്ളതാണ്. ഇനി 2500 രൂപന്റെ മുകളിൽ വരുന്നതിനാണ് GST കൂടുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ കറക്റ്റ് ആയിട്ടുള്ള രണ്ടു തരത്തിലായിട്ട് അങ്ങ് പോവാണ്. അതെ അതെ. ഒരാൾക്ക് എത്ര രൂപ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്? ഒരാൾ ഒരു തുണി വാങ്ങാൻ വന്നാൽ എത്ര രൂപയുടെ ഒരു ഏകദേശം 2000 രൂപന്റെ 2000 രൂപന്റെ സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപന്റെ അടുത്ത ഒരു മാറ്റം വരും എന്നുള്ളതാണ് ഒരു കൂട്ടും വാങ്ങാനാണ്. അതെ 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 അതെ. നിലവിലെ ശതമാനം നിലവിൽ അതായത് വലിയ ഒരു 2000ന്റെ ആ ഒരു എമൗണ്ടിൽ വരുന്ന തുണി വാങ്ങുന്ന ആളുകൾക്കുള്ള ആ ഒരു മാറ്റം. മറ്റേത് സാധാരണമായി തന്നെ 5% എന്നുള്ളത് 5% തന്നെയാണല്ലോ. പിന്നെ സാധാരണക്കാർ കൂടുതലും 2000 താഴെയൊക്കെ ആയിരിക്കും. അതെ 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 അതെ. എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിലാണ് എന്തെങ്കിലും കല്യാണം അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ 2000ന്റെ മുകളിലേക്കുള്ള പർച്ചേസ് വരുള്ളൂ അധികം. ആളുകൾ ചുരുക്കം പറഞ്ഞാൽ അറിഞ്ഞു വരുന്നുള്ളൂ. നിങ്ങൾക്ക് പോലും മനസ്സിലായി വരുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഉള്ളതിന് എന്താ പറയാ, ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും കച്ചവടത്തിന് മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് അദ്ദേഹം സാധാരണക്കാരൻ, ഒരു കച്ചവടക്കാരനാണ്, GST രജിസ്ട്രേഷനുള്ള കച്ചവടക്കാരനാണ്. നിലവിൽ ഒരു 2000 രൂപയുടെ തുണി വാങ്ങുമ്പോൾ ഒരാൾക്കൊരു 100 രൂപയുടെ മാറ്റം വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 2500 മുകളിലുള്ള തുണി വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം അവിടെയും വരും. ഈ സാധാരണക്കാരായ ആളുകൾ മാധ്യമങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും അത്ര ബോധവാന്മാരല്ല, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ കുറയും എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ല. ചേട്ടാ, ഈ GSTയുടെ നിരക്കുകൾ കുറയുകയാണ് ഇന്ന് മുതൽ, അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇതാണ് ആളുകൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഈ GST നിരക്കുകളൊക്കെ ഇന്ന് മുതൽ കുറയും എന്നാണ് യാതൊരു ഐഡിയ ഇല്ല. ഒന്നും ഐഡിയ ഇല്ല, ഒന്നും അറിയില്ല. എന്തൊക്കെ കുറയുന്നു കൂടുന്നൊന്നും അറിയില്ല. ഇലക്ട്രിക് വെഹിക്കിളിന് കൂടുന്നുണ്ട് കുറയുന്നതൊക്കെ അറിയുന്നുണ്ട്. സാധനങ്ങളുടെ കാര്യം ഒന്നും അറിയില്ല. ഇതാണ് സജിത്ത്. പലർക്കും ഈ ഒരു ബോധം, അതായത് എങ്ങനെയാണിത് GST നിരക്കുകൾ ഇന്ന് മുതൽ കുറയുന്നതാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതെങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? ഇത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യും. ഇപ്പൊ ഒരു വണ്ടി എടുക്കുന്നവർക്ക് വണ്ടിന്റെ കുറച്ച് കാശൊക്കെ കുറഞ്ഞു കിട്ടും. അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വില കുറയും. അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. സമയം എടുക്കും എന്തായാലും കുറിച്ച് കൂടുതൽ മനസ്സിലായി തുടങ്ങുന്നില്ല. എവിടെയൊക്കെ കുറയും കൂടും ഒരു പിടി കിട്ടി തുടങ്ങിയിട്ടില്ല. അതെ അതെ അതെ. കാരണം അത് കുറച്ച് സമയം, ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് സമയം എടുക്കും എന്തായാലും. വലിയ സാധനങ്ങളൊക്കെ വാങ്ങും കുറച്ച് അതിനുപരി ഈവൻ കാർ മേടിക്കുന്നവരൊക്കെ CC ഒക്കെ ഉണ്ട് തോന്നുന്നു. 1.2 1.6 അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ ഫൈനലി കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. വീടുണ്ടാക്കുന്ന ഒരാൾക്ക് അതെ, ഗുണം ചെയ്യും. സിമെന്റ്, അതെ സിമെന്റ് കുറയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറയും. പക്ഷെ അറിയില്ല ഇനി എന്താണ്, ഇല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സജിത്ത്. ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ഒരു ബോധ്യം വന്നിട്ടില്ല. എന്തൊക്കെ വില കുറയും, അവർക്ക് എന്തായാലും ബൈക്കിന് വില കുറയുമെന്ന കാര്യമൊക്കെ പലർക്കും അറിയാം, അല്ലെങ്കിൽ വലിയ കാറുകൾക്ക് വില കുറയുമെന്നറിയാം. മറിച്ച് എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറയും, അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് പലർക്കും കൃത്യമായ